പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 5-ാം തീയതി ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണരുവാൻ കർത്താവ് കൃപ ചെയ്തതിന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതോർത്ത്, ജയോത്സവമായി നടത്തുന്നതോർത്ത്, സുരക്ഷിതമായി നടത്തുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ആ മുഖത്തേക്ക് നോക്കുന്ന ആരെയും ലജ്ജിപ്പിക്കാത്ത നല്ല അപ്പയാണ്. അങ്ങനെ പൊന്മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മുഖം ലജ്ജിക്കുവാൻ അങ്ങ് അനുവദിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങേ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് പ്രഭാതം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, 13-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ ഭാഗത്ത് പറയുന്നു, ഞാനോ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം കർത്താവിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ കർത്താവിനെ പാട്ടുപാടും. ഇന്ന് പ്രഭാതത്തിൽ നന്മ ലഭിച്ചവരെല്ലാം, കർത്താവ് നന്മ ചെയ്തു എന്ന് ബോധ്യമുള്ളവരെല്ലാം കൈകൾ ഉയർത്തി ഒന്നുകൂടുന്ന സ്തോത്രം പറഞ്ഞ്. ഒരു പക്ഷേ നിങ്ങൾ വാഹനത്തിനകത്തായിരിക്കാം ഇരിക്കുന്നത്, വീടിനകത്തിരിക്കുന്നതുകൊണ്ടായിരിക്കാം കേൾക്കുന്നത്, കിച്ചണിലായിരിക്കാം, നോ പ്രോബ്ലം. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയിട്ട് പറ, കർത്താവ് എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം പാടും. കർത്താവ് എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട്. നന്മ ലഭിച്ചവരെല്ലാവരും കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങയുടെ ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ എല്ലാ ശക്തികളും, രോഗത്തിൻ്റെ എല്ലാ അവസ്ഥകളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ മക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ. പൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് നാളുകളായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കൊന്നും അസാധ്യമല്ല. യേശുവിൻ്റെ നാമത്തിൽ നിർജീവമായിരിക്കുന്ന, പ്രവർത്തനരഹിതമായിരിക്കുന്ന വൃക്കകൾ യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കട്ടെ, പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരട്ടെ. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അവരെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി തുറന്നു കൊടുക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദാസീദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വലിയ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വലിയ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ നഷ്ടങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ലാഭമായി തീരട്ടെ. എല്ലാ നഷ്ടങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ലാഭമായി തീരട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. എക്സാംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 10th, 9th അതുപോലെ 12th ഗ്രേഡേഴ്സിനെ ഓർക്കുന്നു. കൂടാതെ കുഞ്ഞുങ്ങളും എക്സാം എഴുതുന്നല്ലോ, അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ കൃപയുണ്ടാകട്ടെ, ദൈവിക ജ്ഞാനമുണ്ടാകട്ടെ, ഓർമ്മശക്തി ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എക്സാംസ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് വിദേശങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവിൻ്റെ കൃപയിൽ കയറി വരുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പോയിച്ച അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. നമുക്ക് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ കൈകളെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 തുടങ്ങുന്ന മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. ജനം ഒഴുകി വരട്ടെ, വചനം വെളിപ്പെടട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ, വലിയ ഉണർവിന് കാരണമായി തീരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ശക്തമായി സംസാരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. റോമാലേഖനം അതിൻ്റെ 12-ാം അധ്യായം
അവസാന വാക്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം, ഏറ്റവും അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 21-ാമത്തെ വാക്യം, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മയോട് തോക്കരുത്, പക്ഷേ എങ്ങനെ ജയിക്കണം? നന്മയാൽ തിന്മയെ ജയിക്കണം. നന്മ ചെയ്തുകൊണ്ട് തിന്മയെ നമ്മൾ ജയിക്കണം. നമ്മളെ വിളിച്ച അതിനു വേണ്ടിയാണ്. അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളങ്ങ് മനസ്സിലാകും. അവിടെ പറയുന്നു, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആമേൻ. അതിൻ്റെ മേളിലൊരു വാക്യം ഉണ്ടായിരുന്നു. അവിടെ പറഞ്ഞിരുന്നത്, നിങ്ങൾ ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിക്കുകയും സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഐക്യത്തിൻ്റെ ആത്മാവിൽ എന്നാ ചെയ്യണം? സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുക. ആമേൻ. നമ്മൾ മറ്റൊരാളുടെ അല്ലെങ്കിൽ ഐക്യം വലിപ്പം ഭാവിക്കരുത്. ഞാനാണ് അവനേക്കാൾ വലിയവൻ എന്നൊരു തോന്നൽ വന്നു പോയാൽ ഐക്യത നഷ്ടപ്പെട്ടു. അപ്പം വലിപ്പം ഭാവിക്കാതെ ആമേൻ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. സാധാരണക്കാരോടും എല്ലാവരോടും ചേർന്ന്, അതായത് മറ്റൊരാളെ വാല്യൂ ചെയ്യണം. നമുക്കൊരു തോന്നലുണ്ടാകാം, നമുക്ക് കൂടുതൽ ജോലിയോ നമ്മുടെ സൗന്ദര്യം ഇച്ചിരി കൂടുതലോ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാണ് മിടുക്കർ അവരെക്കാൾ എന്നൊരു തോന്നൽ വരും. പക്ഷേ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്, വേദപുസ്തകം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ഐക്യതയുള്ളവരായിരിക്കണം. നമ്മളെക്കാൾ താഴ്ന്നവരാണെങ്കിലും ജോലിയിൽ താഴ്ന്നവരാകാം, ആമേൻ, പലതിൽ താഴ്ന്നവരാകാം. പക്ഷേ നമ്മൾ അവരോട് എന്ത് ചെയ്യണം? അവരോട് ആത്മാവിൽ ഒരുമിച്ച് ജീവിക്കുവാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഐക്യത്തിൻ്റെ ആത്മാവിൽ ഒരുമിച്ച് ജീവിക്കണം. അവരുടെ മൂല്യത്തെ നമ്മൾ കാണണം, അവർക്ക് പ്രാധാന്യം കൊടുക്കണം എന്നത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതണം. തിന്മയ്ക്ക് പകരം എന്ത് ചെയ്യരുത്? തിന്മ ചെയ്യരുത്, യോഗ്യമായത് മുൻകരുതൽ. അപ്പോൾ നമ്മളോട് അവർ തിന്മ ചെയ്തത് കൊണ്ട് ഞാൻ മടക്കി തിന്മ ചെയ്യും. അത് സാധാരണ മനുഷ്യരുടെ ചിന്താഗതിയാണ്. ലോകത്തിൽ സാധാരണക്കാർ പറയുന്നതാണ്, അവരെന്നോട് ചെയ്തതുപോലെ ഞാനും അവരോട് ചെയ്യും. നമ്മളെ വിളിച്ചത് അതിനല്ല. നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞ്? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, അടുത്ത വാക്യം പറയുന്നു, സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. അപ്പം നമ്മളെ കാണുന്നവർ നമ്മൾ അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവരെ സേവിക്കുവാൻ നിങ്ങൾ വളരെ പ്രധാനമാണെന്ന് കരുതി, ആമേൻ, ഉയർന്ന മാനസിക അവസ്ഥയോടല്ല ജീവിക്കേണ്ടത്. മറിച്ച് നിസ്സാരമായ ജോലികൾ ചെയ്യാനും, അല്ലെങ്കിൽ ഞാൻ ഇന്നതേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവരെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ വേണേ കുറച്ച് കൊടുക്കാം, അല്ല, ഏത് കാര്യത്തിലും ഒരു മനുഷ്യനെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. നമ്മളിതൊന്നും ചെയ്തില്ല, നമ്മൾ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും, വേണേ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കും, ഒരു മനുഷ്യനൊരു സഹായം ചെയ്യത്തില്ല. ഒരു മനുഷ്യൻ്റെ ഒരു ആവശ്യത്തിൽ നമ്മൾ ഇടപെടത്തില്ല. ഒരു മനുഷ്യന് ഒരു ആവശ്യം വന്നാൽ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനല്ല, നമ്മൾ ഇന്നതേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കാതെ, ആമേൻ, നിസ്സാരമായ കാര്യമാണെങ്കിലും സഹായിക്കുവാൻ, എളിയവരുമായി താതാത്മ്യം പ്രാപിക്കുവാനും തയ്യാറാകണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ, ആമേൻ, ഓർപ്പിക്കുന്നത്. പിന്നെ പറയുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഒരു നിമിഷം പോലും അഭിമാനിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യാൻ പാടില്ല. എനിക്കെല്ലാം അറിയാം, എന്നെക്കൊണ്ടെല്ലാം, എനിക്കെല്ലാത്തിനും ബുദ്ധിയുണ്ട്, എനിക്കെല്ലാം അറിയാം, അങ്ങനൊരു ചിന്തയെ നമുക്ക് വരാൻ പാടില്ല. ഇനി അതിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നത്, സകല മനുഷ്യരോടും കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും എന്ത് ചെയ്യണം? സമാധാനമായിരിക്കണം. ഹല്ലേലൂയ, ആമേൻ, സമാധാനമായിരിക്കണം. അടുത്ത വാക്യം പറയുന്നു, നിന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം നമ്മൾ പകരം ചെയ്യാൻ പോലെ എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യണം? സമാധാനമായിട്ട് ആചരിക്കണം. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകുക, അല്ലെ അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് എനിക്ക് ദോഷം ചെയ്തല്ലോ എന്നൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. കർത്താവ്, നീ നീതിയോടെ വിധിക്കുന്ന ദൈവമാണ്, ആമേൻ, നീ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇഷ്ടം പോലെ ചെയ്താട്ടെ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവിൻ്റെ ഇഷ്ടം അവിടെ നടക്കട്ടെ. 20-ാമത്തെ വാക്യം പറയുന്നു, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കണം, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കണം. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ മേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവൻ, കർത്താവ് പറയുന്നു, നിങ്ങളുടെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം, ദയാൽ അവനെ ജയിക്കണം. നിങ്ങളുടെ അത്ഭുതകരമായ ഔദാര്യം അവൻ്റെ മനസ്സാക്ഷിയെ ഉണർത്തണം. അവൻ നമുക്കിട്ട് ദ്രോഹം ചെയ്തവനോട് നമ്മൾ നന്മ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സാക്ഷി ഉണരാനിടവരും.
അപ്പോൾ അതാണ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയും അവൻ നമുക്കിട്ട് ദ്രോഹം ചെയ്തോളും, ഞാനും തിരിച്ച് ദ്രോഹം ചെയ്യും. അല്ലെ ഞാൻ ദ്രോഹമൊന്നും ചെയ്യുന്നില്ല, ഇനി അവനുമായിട്ടൊരു സഹകരണമില്ല. ഇല്ല, വേദോസം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. അവനൊരു കഷ്ടത വരുമ്പോൾ, അവനൊരു പ്രയാസം വരുമ്പോൾ, അവന് വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ അവനെ ആശ്വസിപ്പിക്കാൻ പോകണം. അവന് ആഹാരം മേടിച്ച് കൊടുക്കേണ്ട വന്നാൽ, എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് വന്നാൽ കയ്യിൽ നിന്ന് 5 രൂപ പോയാലും കുഴപ്പമില്ല, ചെയ്യേണ്ടത് ചെയ്യണം. അവിടെയാണ് അവൻ്റെ മനസാക്ഷിയെ നമ്മൾ ഉണർത്തിയെടുക്കുന്നത്. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകും. എന്നിട്ട് പറയുക, ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകും. തിന്മ നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ അനുവദിക്കരുത്, പക്ഷേ നന്മയാൽ തിന്മയെ നമ്മൾ പരാജയപ്പെടുത്തും. ആമേൻ. തിന്മ നമ്മളെ അവർ തിന്മ ചെയ്തുകൊണ്ട് നമ്മളും തിന്മ ചെയ്തു, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, എല്ലായിടത്തും ഇങ്ങനെ എന്ന് പറഞ്ഞ് തീർക്കാനല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. നന്മ ചെയ്ത് തിന്മയെ പരാജയപ്പെടുത്തണം കേട്ടോ. ഇത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളോട് തിന്മ ചെയ്തവരോട്, നമ്മളോട് ദോഷം ചെയ്തവരോട്, നമുക്കെതിരെ സംസാരിച്ചവരോടൊക്കെ നമ്മൾ വളരെ വിദ്വേഷവും വൈരാഗ്യവും എന്നാ പറയുന്നത്, അവരെക്കുറിച്ച് ദോഷമൊക്കെ പറഞ്ഞ് നടക്കുക. അത് ദൈവഹിതമല്ല. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ നന്മയാൽ തിന്മയെ ജയിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പങ്കെടുക്കുകയും ചെയ്യണം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിച്ച് നടത്തട്ടെ. ദൈവിക ജ്ഞാനത്തിൽ ഇന്ന് പകൽക്കാലം നമ്മളെല്ലാവരും കർത്താവ് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നന്മയാൽ തിന്മയെ ജയിക്കുക. തിന്മ നമ്മളെ പരാജയപ്പെടുത്താൻ ഇടവരരുത്.